അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദജ്ജാലിന്റെ ആഗമനത്തെ തുരത്താൻ, ദജ്ജാലിന്റെ ധ്വംസനത്തിന് വേണ്ടി, ദജ്ജാലിനെ വധിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഖിയാമത്തിന്റെ മൂന്നാമത്തെ അടയാളം ഈസാ നബിയുടെ പുനരാഗമനം സംഭവിക്കുകയാണ്. സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു പറഞ്ഞു, 61-ാമത്തെ സൂക്തം, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം. വഇന്നഹു ലമീർ മടങ്ങുന്നത് ഈസാ നബിയിലേക്കാണ്. വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ് ഈസാ നബി. അല്ലാഹു പറയുകയാണ് ഖുർആനിൽ, ഹദീസിൽ വരുന്നു, യൻസിലു ഈസാ ഇബ്നു മർയമ, ഈസാ നബി ഇറങ്ങി വരും, ഇന്ദൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക, ഡമാസ്കസ്, സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഡമാസ്കസ്. ഡമാസ്കസ് പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഇറങ്ങും ഈസാ നബി. മഹ്സൂദത്തൈൻ ബൈന മഹ്സൂദത്തൈൻ, ഒരു മുണ്ടും ഒരു തട്ടവും ധരിച്ചുകൊണ്ട്, മഞ്ഞ കളർ ഉള്ള 2 വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, വാലിഅൻ കഫൈ അലാ അജ്നിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്. ഹദീസിൽ കാണാം, താടി തലമുടിയിൽ നിന്നും തുഷാര ബിന്ദുക്കൾ ഇറ്റിറ്റു വീഴുന്ന അവസ്ഥയിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ സമയത്ത് ഇത് ഉഖീമത്തിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുകയാണ്. നോക്കൂ, ഒരു റിവായത്തിൽ ഈസാ നബി ഇമാമത്ത് നിൽക്കും എന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ ഇമാം മഹദി കൈകെട്ടി കഴിയുമ്പോൾ ഈസാ നബി പ്രത്യക്ഷപ്പെടും. ഇമാം മഹദി ഈസാ നബിയുടെ ആഗമനം തിരിച്ചറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് മാറാൻ പോകുമ്പോൾ ഈസാ നബി ആംഗ്യം കാണിക്കും. അങ്ങ് തന്നെ ഇമാമത്ത് നിൽക്കണം. റിവായത്തുകൾ പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സഹോദരന്മാരെ, പ്രബലമായ റിവായത്തിൽ സുബഹിയാണെന്ന് വരുന്നുണ്ട്. ആ നമസ്കാരം ഒരു റിവായത്തിൽ അസ്റാണെന്നും വരുന്നുണ്ട്. അങ്ങനെ ജമാഅത്തായി നിർവഹിച്ച നമസ്കാരം നിർവഹിച്ചു കഴിയുമ്പോൾ ഈസാ നബിയും മഹദിയും ഇമാം മഹദിയും വിശ്വാസി സമൂഹവും പുറത്തേക്കിറങ്ങും. ഫയതുലുബുഹു, ദജ്ജാലിനെ തേടുകയാണ്, ദജ്ജാലിനെ തേടുകയാണ്. വയഖ്തുലുഹു, അങ്ങനെ ദജ്ജാലിനെ കണ്ടുമുട്ടും, ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും. ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച്, ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച്, LUDD, ഇന്ന് ബാബുലുദ് എന്ന പേരിൽ ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേലിനകത്താണ്, ഇസ്രായേലിന്റെ അകത്താണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമില്ലല്ലോ, ഫലസ്തീനായിരുന്നു മുസ്ലിമീങ്ങളുടെ രാജ്യമാണ്. മുസ്ലിമീങ്ങളെ ഇറക്കി വിട്ടിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് 48-ൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. ഫലസ്തീൻ ഇഷ്യൂ ഇവിടെ ജനിപ്പിച്ചതും ഇന്നും അത് ചൂടാറാതെ നിർത്തുന്നതും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നതും സുഹൃത്തുക്കളെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. 48-ല്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 47-ല്. ഫലസ്തീൻ ഇഷ്യൂ പറയുന്ന പുസ്തകങ്ങളുണ്ട്, മേടിച്ച് വായിച്ചു നോക്കി. ഇന്നും അത് തുടരുകയാണ്, ഇന്നും അത് തുടരുകയാണ്. നോക്കൂ, പുതിയ അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങളെ അമേരിക്കയിൽ കടത്തുകയില്ല, അല്ലേ? അമേരിക്കയുടെയും മെക്സിക്കോയുടെയും, മെക്സിക്കോ അല്ലേ അതോ കാനഡയോ ഇടയിൽ മതിൽ പണിയും, അല്ലേ? മെക്സിക്കോ. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി, നമ്മളൊക്കെ വിചാരിച്ചു അയാൾ അമേരിക്കയിൽ വരൂല, ഹിലാരി ക്ലിന്റൺ ആയിരിക്കും വരിക, കാരണം ഇത്ര വർഗീയവാദി, ഇത്ര വംശീയവാദി. പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിച്ചു. കൃത്രിമമായി ഇടപെടലുകൾ ഉണ്ടായി, മീഡിയകൾ ഒരുപാട്. റഷ്യ വരെ പണിപെട്ടു അമേരിക്കയിൽ ട്രംപ് വരാൻ. പോട്ടെ, അതൊക്കെ പോട്ടെ, അതൊക്കെ പൊളിറ്റിക്സ് അല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 48 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നോക്കൂ. അവസാനം ആ ഇഷ്യൂവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉംറാനു ബൈത്തുൽ മഖ്ദിസി ഖറാബു യസ്രിബ, ബൈത്തുൽ മുഖദ്ദസുള്ള മസ്ജിദുൽ അഖ്സയുള്ള ഫലസ്തീനിലെ ജെറൂസലമിലെ പള്ളി, അതിനു ചുറ്റിലും ജൂതന്മാർ യഹൂദികളെ കൊണ്ടുവന്നിരുത്താൻ വീടുകൾ ഉണ്ടാക്കുകയാണ്, പാർപ്പിട സമൂഹങ്ങൾ. ഈ വിനീതൻ കഴിഞ്ഞ വർഷം ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോ എനിക്കത് കാണാൻ സാധിച്ചു. 2 നിറമാണ് അവിടുത്തെ വീടുകളുടെ ഷീറ്റുകൾക്കുള്ളത്. ഒന്ന് ഓട് നിറം, മറ്റൊന്ന് ഗ്രീൻ കളർ. ഓടും ഗ്രീനും.
ഓടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാവിക്കളർ, അതാണ് ആ പെയിന്റ് അടിക്കണമെന്നാണ് നിയമം. എന്തിനാ? മുസൽമാന്റെ വീട് തിരിച്ചറിയാൻ. പച്ചയും ഓട് വർണ്ണത്തിലുള്ള കളറുകൾ, അതിൽ സഹോദരങ്ങളെ പച്ച വീട് ജൂതന്റേതാണ്, ഓട് നിറത്തിലുള്ളത് മുസ്ലിങ്ങളുടേതാണ്. ആകാശ അക്രമങ്ങൾ വരുമ്പോൾ, ഷെല്ല് വർഷിക്കുമ്പോൾ ഓട് നിറത്തിലുള്ള വീടുകളിലേക്ക് അവർ ഷെല്ല് വർഷിക്കുന്നു, മുസ്ലിമീങ്ങളെ കൊല്ലുന്നു. ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥലത്ത് ജൂതന്മാർ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഉംറാനു ബൈത്തുൽ മഖ്ദിസി ഖറാബു യസ്രിബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മുസ്ലിമിന്റെ ഹദീസ് ഒന്ന് ചിന്തിക്കണേ. നോക്കൂ, യസ്രിബിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനയുടെ പഴയ പേരാണ്. മദീനയുടെ പഴയ പേരാണ്. മദീന നഗരി ആക്രമിക്കപ്പെടും. ലോകത്തുള്ള ജൂതന്മാർ, സിയോണിസ്റ്റുകൾ സിയോൺ മലയിൽ വെച്ച് പ്രതിജ്ഞയെടുത്തതാണ്, രക്തത്തിൽ മുക്കി പ്രതിജ്ഞയെടുത്തതാണ്. മദീന ഉൾപ്പെടെയുള്ള രാഷ്ട്രം ഇസ്രയേൽ വികസിപ്പിക്കും. ജൂതന്റെ രാഷ്ട്രം ഇസ്രയേൽ മദീന വരെ കൊണ്ടുവന്ന് വികസിപ്പിക്കും. അതിന് ബ്ലഡിൽ അവർ വിരൽ മുക്കി പ്രതിജ്ഞയെടുത്തതാണ്. സിയോൺ എന്ന് പറഞ്ഞൊരു കൊച്ചുമലയാ, ഞങ്ങളവിടെ പോയി. സിയോൺ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് തന്നെയാണത്. അള്ളാഹു പടച്ചോ നമുക്കൊക്കെ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ തൗഫീക്ക് നൽകട്ടെ. ജെറൂസലം ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റിൽ നിന്നും അറബികളായ ഫലസ്തീനികളെ ഇറക്കി വിട്ടിട്ട് ജൂതന്മാർ പാർപ്പിടങ്ങൾ പണിത് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നത് മദീന പട്ടണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഖറാബു യസ്രിബ് വഖറാബു യസ്രിബ. മദീന പട്ടണത്തിന്റെ തകർച്ച ഖുറൂജുൽ മൽഹമ, മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമാണ്. സുഹൃത്തുക്കളെ, മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്ന് ഹദീസിലുണ്ട്. ജൂത ക്രൈസ്തവർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആർമഗഡൻ യുദ്ധം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മൽഹമത്തുൽ കുബ്ര എന്നാണ്. ആർമഗഡൻ എന്ന് പറയുന്നത് സിറിയയുടെയും ഫലസ്തീന്റെയും ഭാഗത്താണ്. ഉണ്ടോ? لا تقوم الساعة حتى ينزل الروم بالأعماق وذابك. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിറിയയിലെ രണ്ട് സ്ഥലമാണ് അഅമാഖ്, ദാബിഖ്. അവിടെ പാശ്ചാത്യൻ പട്ടാളം ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. കണ്ടോ? മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മൽഹമത്തുൽ കുബ്ര. ഒന്നാം ലോക മഹായുദ്ധം, വേൾഡ് സെക്കൻഡ് വാർ ഒക്കെ കണ്ട കാരണന്മാർ ഈ സരസിൽ കാണും അല്ലെ. ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ട്. അതിനു മുമ്പ് ഒരു സഖ്യയുദ്ധം നടക്കും. സഖ്യയുദ്ധം, മുസ്ലിമീങ്ങളും അമേരിക്കയും യൂറോപ്പും എല്ലാം കൂടി ഒരു സഖ്യം ഉണ്ടാക്കും. സഖ്യയുദ്ധം. ആരോടാ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ. നിങ്ങളും പാശ്ചാത്യ ശക്തികളുമായി ഒരു അനുരജ്ഞനം, ഒരു കരാർ സൃഷ്ടിക്കും. എന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. അദുവൻ മിൻ വറാഇക്കും. ഒരു റിവായത്തിൽ അദുവൻ മിൻ വറാഇഹിം. അവരുടെ പുറകിലുള്ള ശത്രുവിനോട്, നിങ്ങളുടെ പുറകിലുള്ള ശത്രുവിനോട്. ആരാണ് ഈ പുറകിലുള്ള ശത്രു? മുത്തുനബി പറഞ്ഞിട്ടില്ല. ആരായിരിക്കും? IS ആയിരിക്കാം. നോക്കൂ, ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയും എല്ലാവരും കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് IS-നെ തുടച്ചു നീക്കുമെന്ന. പുടിൻ റഷ്യയില് അല്ലേ? നമ്മുടെ സിറിയയുടെ അവസ്ഥ എന്താ ഇപ്പോ? വല്ലാത്തൊരവസ്ഥയാണല്ലേ. അവരുടെ പുറകിലുള്ള ശത്രു, നിങ്ങളുടെ പുറകിലുള്ള ശത്രു. നോക്കൂ, മുസ്ലിമീങ്ങളും പാശ്ചാത്യൻ ശക്തികളും സൈനിക സഖ്യമുണ്ടാക്കി അവരുടെ പുറകിലുള്ള ശത്രുവിനോട് പോരാടും. രണ്ടാമത്തെ അഭിപ്രായം അവർ ചൈനയോ റഷ്യയോ ആകാമെന്ന. ഒന്നാമത്തെ അഭിപ്രായം IS ചിലപ്പോ ആകാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. രണ്ടാമത്തെ റഷ്യയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ആകാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മൽഹമത്തുൽ കുബ്ര പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ധാരാളം മുസ്ലിമീങ്ങളെ രക്തസാക്ഷിത്വം വഹിക്കും. നോക്കൂ, ജൂതന്മാർ കൊന്നൊടുക്കപ്പെടും. ജൂതന്മാരുടെ 2/3 വധിക്കപ്പെടും. അവരുടെ രാഷ്ട്രം, അവർക്ക് ഡെഡ് ബോഡി അടക്കി തീരാൻ തന്നെ 7 മാസം എടുക്കും. അവരുടെ നാടൊന്ന് ദുർഗന്ധത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ. കാരണം ഡെഡ് ബോഡികൾ കബറടക്കാൻ തന്നെ 7 മാസം എടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അന്നൊരു പക്ഷി പറന്നാൽ, ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷി പറന്ന് ചത്തു വീഴും. അത്രമാത്രം മയ്യിത്തുകൾ കൂമ്പാരമാകും. ആ ഹദീസുകളൊക്കെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം മൽഹമത്തുൽ കുബ്ര. നോക്കൂ,
ആ യുദ്ധം ആർമഗഡൻ യുദ്ധം എന്ന് ജൂത ക്രൈസ്തവർ വിശ്വസിക്കുന്ന ആ യുദ്ധം അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കുമെന്ന, പക്ഷേ ശരിക്കും അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കും. അവസാനം വിജയം അള്ളാഹു ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും കൊടുക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. അങ്ങനെ മൽഹമത്തുൽ കുബ്ര പൊട്ടിപ്പുറപ്പെട്ടാൽ ഫതഹുൽ ഖുസ്തുൻതീനിയ എന്ന് പറയുന്ന തുർക്കി ഫതഹാവുകയാണ്. ഇപ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ് മാത്രമാണ് ത്വയ്യിബ് ഉർദുഖാനാണ് ഭരിക്കുന്നത്. അതിന്റെ പട്ടാളം മിലിറ്ററി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവർ സെക്യുലർ മൈൻഡിലാണുള്ളത്. അവര് കമാൽ അതാതുർക്കിന്റെ മൈൻഡിലാണുള്ളത്. കമാൽ അതാതുർക്കാണ് ബാങ്ക് വിളി നിരോധിച്ചത്, അറബി ഭാഷ പഠനം നിരോധിച്ചത്, മദ്രസ നിരോധിച്ചത്, പണ്ഡിതന്മാരെ ഒരുപാട് പേരെ ജയിലിലിട്ടു, വധിച്ചു. അത് സംഭവമാണ്. ആ സംഭവം പഠിച്ചു നോക്കുക. ആ തുർക്കി പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരും. ആ തുർക്കി ഫതഹാക്കാൻ പോകുന്ന സൈന്യത്തിന്റെ കയ്യിൽ ആയുധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അവരുടെ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെന്ന് ഹദീസിൽ വരുന്നുണ്ട്. തുർക്കി ഓരോ ഭാഗം കീഴടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തുർക്കി കീഴടങ്ങിയാൽ, തുർക്കി ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ ദജ്ജാൽ പുറപ്പെടാൻ അടുത്തിരിക്കുന്നു. കണ്ടോ, ഈ സംഭവങ്ങളെല്ലാം നടക്കണം. അങ്ങനെ സഹോദരങ്ങളെ, ഈസാ നബിയും ഇമാം മഹദിയും വിശ്വാസി സമൂഹവും ദജ്ജാലിനെ തേടുന്നു. ഫയഖ്തുലുഹു ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ഈസാ നബി ദജ്ജാലിനെ വധിക്കുകയാണ്. തോക്കുകൊണ്ടല്ല, മുത്തുനബി പറയുകയാണ് ഫയുരിയഹും ദമഹു ബിഹർബാ, ഒരു തരം ചെറിയ ചാട്ടുളി, ചെറിയ കുന്തം. ആ കുന്തം പിടിച്ചാണ് ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നത്. ദജ്ജാലിന്റെ ബ്ലഡ്, രക്തം വിശ്വാസികളെ കാണിക്കുമാർ ഉയർത്തി കാണിക്കും ഈസാ നബി.